കാണുന്ന ഓരോ മനുഷ്യനോടും ആദരവ് നിറഞ്ഞ ഒരു മനസ്സുണ്ടാകണം നമുക്ക്. എത്ര നിസ്സാരമെന്ന് പറയുന്ന ജീവിതങ്ങൾക്കും ചിലപ്പോൾ പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. തീരാത്ത ജീവിത കാഴ്ചകളിലേക്ക്, കാണാത്ത കൗതുക ലോകങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കലിഡോസ്കോപ്പിനെന്താ രാഷ്ട്രീയം പറഞ്ഞുകൂടെ? ഇത് പക്ഷേ അത്ര ചൂടുള്ള രാഷ്ട്രീയ കാര്യമൊന്നുമല്ല. ഒരു നേതാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തിന്റെ കഥയാണ്. വാക്കുകളിൽ നർമ്മം വിതറിയ CHന്റെ പിറകെ നടന്ന ഒരാളുടെ കഥ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ ശബ്ദരേഖകൾ പകർത്തിയെടുത്ത് ഈ മനുഷ്യൻ സമാഹരിച്ചത് ചരിത്രം തന്നെയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് അടുത്ത് നിന്നാൽ ലോകമഹായുദ്ധത്തെ കുറിച്ചുള്ള സംസാരം കേൾക്കുകയില്ല. 40, 120, 80, 220 എന്ന വർത്തമാനം മാത്രമേ അവിടെ കേൾക്കുകയുള്ളൂ. ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആറ്റം ബോംബ് എറിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അകത്തോ പുറത്തോ ഉള്ള ആളുകൾക്ക് യാതൊരു പരിഗണനയുമില്ല. എന്തോ ഒരു പ്രൊമോഷൻ തസ്തിക വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ ലോകമഹായുദ്ധം ഉണ്ടാവുന്നതിനേക്കാളും വലിയ ആവേശത്തോടു കൂടിയാണ് അവരത് ശ്രദ്ധിക്കുക. കേരള രാഷ്ട്രീയം കണ്ട പ്രതിഭാശാലിയായ ഒരു വ്യക്തിയുടെ ശബ്ദമാണിത്. CH മുഹമ്മദ് കോയ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ശബ്ദം. വേദികളിൽ അണികൾക്ക് ആവേശം പകർന്ന വാക്കുകളുടെ ഉടമ. തിരുവനന്തപുരത്തെ ഒരു വേദിയിൽ CH നടത്തിയ പ്രസംഗമാണിത്. CH മുഹമ്മദ് കോയ എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള ആരാധന മൂലം അദ്ദേഹത്തെ പ്രസംഗവേദികളിൽ പിന്തുടർന്ന പ്രസംഗം പകർത്തി സൂക്ഷിച്ച ഒരാളുണ്ട്. ഇത് തിരുവനന്തപുരം നെടുമങ്ങാട്ടുകാരനായ S. കമാലുദ്ദീൻ. CH മുഹമ്മദ് കോയയുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായ ഇദ്ദേഹം CH പങ്കെടുക്കുന്ന വേദികളിൽ മുടങ്ങാതെ എത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം ശബ്ദലേഖനം ചെയ്ത് സൂക്ഷിച്ചു. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഞങ്ങൾക്ക് പല മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആരാധന മാത്രമല്ല, അപ്പോൾ അതിലുപരി എന്തോ ആണ്, ഒരു അത്ഭുത മനുഷ്യനെ കാണും പോലെയാണ് ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. CH മുഹമ്മദ് കോയ തന്റെ അവസാന കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളുടെ അപൂർവ ശേഖരമാണ് കമാലുദ്ദീന്റെ കൈവശമുള്ളത്. കേരള രാഷ്ട്രീയത്തിന്റെ നഖചിത്രം തന്നെ ഈ പ്രസംഗങ്ങളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. ഈ പെൻഷൻ പട്ടിക കൂടി ഇല്ലായിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കേണ്ടതായിട്ടാണിരിക്കുന്നത്. കുതിരക്ക് കൊമ്പ് കൊടുക്കാത്തതുപോലെ നിങ്ങൾക്ക് പെൻഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ദിവസം പെൻഷൻ പറ്റി നിങ്ങളെല്ലാം പിരിയുമല്ലോ എന്നുള്ളതാണ് ഈ നാട്ടിലെ നിങ്ങളുടെ ദ്രോഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ സമാധാനം. നിങ്ങളെല്ലാം പബ്ലിക് സർവൻസ് എന്നാണ് പഴയ കാലത്ത് വിളിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങളെ പബ്ലിക് മാസ്റ്റേഴ്സ് എന്നാണ് വിളിക്കേണ്ടത്. പൊതുജനങ്ങളുടെ യജമാനന്മാരാണ് നിങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം. രണ്ടാമത് ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, കൂടാതെ അദ്ദേഹം അവസാന നാളുകളായപ്പോഴേക്കും എനിക്കൊരു വല്ലാത്ത ആകാംക്ഷ. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടും. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഇടയായത്. തന്നെ പ്രസംഗവേദികളിൽ പിന്തുടരുന്ന ഒരു ആരാധകനുണ്ടെന്നറിഞ്ഞപ്പോൾ CHന് അത്ഭുതം. ആദ്യകാലത്ത് കമാലുദ്ദീൻ ഈ ശബ്ദരേഖയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കി. പിന്നീടിത് CHന്റെ പ്രസംഗങ്ങൾ എന്ന പേരിൽ പുസ്തകരൂപത്തിൽ പുറത്തിറക്കി. പ്രിയ നേതാവ് CHന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നതിനായി നിരവധി പേരാണ് കമാലുദ്ദീനെ സമീപിച്ചത്. തുടർന്ന് ഇവ CD രൂപത്തിൽ പുറത്തിറക്കി. CH മുഹമ്മദ് കോയ എന്ന രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെട്ടതു മുതൽ അദ്ദേഹത്തിന്റെ പ്രധാന നിമിഷങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുവാൻ കമാലുദ്ദീന് കഴിഞ്ഞിട്ടുണ്ട്. CHന്റെ മരണവാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങളെല്ലാം കഴിഞ്ഞ 30 വർഷമായി കമാലുദ്ദീന്റെ ശേഖരത്തിലുണ്ട്. പ്രധാന പത്രങ്ങളുടെ എഡിറ്റോറിയലും അപൂർവ ചിത്രങ്ങളും അടങ്ങിയതാണ് ഈ ശേഖരം. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ വരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ CHനുള്ള ഇഷ്ടക്കാർ ഇടയ്ക്കിടെ കമാലുദ്ദീനെ തേടി വരും. ആ വലിയ മനുഷ്യന്റെ ശബ്ദഗാംഭീര്യം തേടി. വാക്കുകളിലും പ്രവൃത്തിയിലും സദാ നർമ്മമൊളിപ്പിച്ച CH മുഹമ്മദ് കോയ എന്ന മനുഷ്യസ്നേഹിയുടെ ഓർമ്മകൾക്ക് ഇന്നും മരണമില്ല. ആ ഓർമ്മകൾ കാത്തു എന്ന പേരിൽ ആരുമറിയാതെ തന്റെ പങ്കുവഹിക്കുകയാണ് ഈ മനുഷ്യൻ. അങ്ങ് വടക്കേയറ്റത്തു നിന്നാണ് അടുത്ത വർത്തമാനം. ബൊമ്മയാട്ടത്തിന്റെ അനുഭവ കഥനങ്ങളാണിത്. നാട് നീങ്ങുന്ന ഒരു കലാരൂപത്തെ പിടിച്ചു നിർത്താൻ
രമേശും കൂട്ടരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ബൊമ്മയാട്ടത്തിന്റെ പ്രൗഢി കാക്കാൻ ഒരു മ്യൂസിയം തന്നെ ഒരുക്കാനുള്ള തത്രപ്പാടിലാണവർ. സർവകാര്യേഷു സർവദാ പാവകളിയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല. നൂലിൽ കെട്ടിയിട്ട് അടിക്കുന്ന പാവകൾ പറയുന്ന കഥകൾ ഓർമ്മകളിലെവിടെയോ പൊടി പിടിച്ച് കിടപ്പുണ്ടാകാം. പാവകളിയുടെ മറ്റൊരു രൂപമായ ബൊമ്മയാട്ടം കാസർഗോട്ടെ പുലിക്കുന്നിൽ ഇന്നും പഴയ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നു. കാസർഗോഡും കർണാടകയിലും ഏറെ പ്രചാരത്തിലിരിക്കുന്ന ഒരു പുരാതന കലാരൂപമാണ് ബൊമ്മയാട്ടം. യക്ഷഗാനത്തിന്റെ മറ്റൊരു വകഭേദം. ഒരു കാലത്ത് 30-ലധികം സംഘങ്ങൾ വിജയകരമായി അവതരിപ്പിച്ചിരുന്ന ബൊമ്മയാട്ടത്തിന് ഇന്ന് പക്ഷേ അവതാരകരായി ഒരേയൊരു സംഘമാണ് അവശേഷിക്കുന്നത്. പുരാണ കഥകളെ ആസ്പദമാക്കി അരങ്ങേറുന്ന ഈ കലാരൂപത്തിന് ഇന്നും പ്രേക്ഷക പങ്കാളിത്തം ഏറെയാണെന്നതാണ് അത്ഭുതം. സ്വദേശത്ത് വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്ന ബൊമ്മയാട്ടത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആവശ്യക്കാർ അന്വേഷിച്ചെത്തുന്നു. എന്നാൽ അന്യം നിന്നു പോകുന്ന ഒരു കലാരൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബൊമ്മയാട്ടം. നിലവിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തോടെ ഇത് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കലാരൂപം നശിച്ചു പോവാതിരിക്കാൻ ഒരു മ്യൂസിയം എന്ന ആശയവുമായി രമേശും കൂട്ടരും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ഡൈയിങ് ആർട്ടാണ്. ഇപ്പോൾ പുതിയ തലമുറ പഠിക്കുന്ന കുറവാണ്. അപ്പോൾ നമ്മൾ കുറേ ഭയം ഉണ്ടാണ് ഈ കല ഇങ്ങനെ പോയെങ്കിൽ എങ്ങനെ പോകുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു മ്യൂസിയം ചെയ്യാൻ പോകുന്നുണ്ട്. 1000 പാവകൾ വെച്ചിട്ട് ഒരു വലിയ മ്യൂസിയം, പിന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്ന ഒരു സ്കൂളും, പിന്നെ ചെറിയൊരു ഓഡിറ്റോറിയം, 50-60 ആൾക്കാർക്ക് ഇരിക്കുന്ന ഒരു ചെറിയ പാവ കളി കാണിക്കുന്ന ഒരു ഓഡിറ്റോറിയം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ബിൽഡിങ്ങും ഇപ്പം കൺസ്ട്രക്ഷൻ ആക്കുന്നുണ്ട്. തങ്ങളുടെ പൂർവികരായി തുടങ്ങിവെച്ച ഈ അനുഷ്ഠാനത്തെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ബലി കഴിക്കാൻ എന്തോ മനസ്സു വരുന്നില്ല ഇവർക്ക്. ആരുടെയും സഹായമില്ലാതെ സ്വന്തം നിലയ്ക്കാണ് രമേശ് മ്യൂസിയം ഒരുക്കുന്നത്. ബൊമ്മയാട്ടത്തിനായി ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ച രമേശ് തന്റെ ജീവിതത്തിലെ പല പ്രധാന മുഹൂർത്തങ്ങളും ഇത് കാരണം വേണ്ടെന്ന് വെച്ചു. എങ്കിലും ഈ പ്രൗഢഗംഭീര കലാരൂപത്തെ കൈവിട്ടു കളയാതെ നെഞ്ചോട് ചേർക്കാനാണ് രമേശ് ആഗ്രഹിക്കുന്നത്. സർക്കാരിൽ നിന്നും യാതൊരു സഹായ സഹകരണങ്ങളും ലഭിക്കുന്നില്ലെങ്കിലും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ബൊമ്മയാട്ടം എന്ന തന്റെ പൂർവിക സ്വത്തിനെ കാത്തുസൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ബൊമ്മയാട്ടത്തിന്റെ പ്രചാരം ഒട്ടും കുറഞ്ഞിട്ടില്ലെങ്കിലും അവതരിപ്പിക്കാൻ ആളുകൾ മുന്നോട്ട് വരാത്തതാണ് ബൊമ്മയാട്ടത്തിനെ പിന്നോട്ട് വലിക്കുന്നത്. മാത്രമല്ല ബൊമ്മകളുടെ നിർമ്മാണ ചെലവും ഇതിന് മറ്റൊരു കാരണമാകുന്നു. ഈ പാവകളെല്ലാം ഞങ്ങൾ മരത്തിൽ ചെയ്യുന്നതാണ്. ഈ ഒരു പാവത്തിന് റഫായിട്ട് 20,000 രൂപ ചിലവ് വരുന്നു. മരത്തിൽ ഞങ്ങൾ കാർ ചെയ്തിട്ട് അല്ല മനുഷ്യന്മാരെ അംഗങ്ങൾ എങ്ങനെയുണ്ട് അതേമാതിരി പാവകളെ ജോയിൻറ്റ്സ് നമ്മൾ ചെയ്യണം. പിന്നെ പെയിൻറ്റിങ്സ്, പിന്നെ കോസ്റ്റ്യൂംസ്, അല്ല യക്ഷഗാനത്തിൻ്റെ ഡ്രസ്സ്, മുഖവർണിക്ക് എങ്ങനെയുണ്ട് അതേമാതിരി ഞങ്ങൾ പാവത്തിൽ ഇത് ചെയ്യും. എങ്കിലും കാലഹരണപ്പെട്ടു പോയേക്കാവുന്ന ഈ കലാരൂപത്തെ അളവറ്റ് സ്നേഹിക്കുകയും അതിന്റെ ഉന്നമനത്തിനായി തനിക്കാവും വിധം പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. വിവിധ തരത്തിലുള്ള പാവകൾ, അവയുടെ സവിശേഷതകൾ, ചരിത്രം അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മ്യൂസിയം ഒരുങ്ങുന്നത്. കാലാന്തരത്തിൽ പാവകളിയും ബൊമ്മയാട്ടവുമൊക്കെ ചരിത്രത്താളുകളിലേക്ക് മറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായി തന്റെ ഈ പ്രയത്നം മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് രമേശ്. കാർത്തിയാനിക്ക് ഈ ലോകത്ത് സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ കുറേ ആടുകൾ മാത്രമാണുള്ളത്. ആ കഥയിലേക്കും കാഴ്ചകളിലേക്കും എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വൈക്കത്ത് തലയോലപ്പറമ്പിൽ പണ്ടൊരു പാത്തുമ്മയുണ്ടായിരുന്നു. ഒരാടിനെയും പോറ്റി. നമ്മളറിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്വന്തം സഹോദരി. ഇവിടെ നമ്മുടെ കാർത്തിയാനിക്ക് ഈ പാത്തുമ്മയെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല. എന്നാൽ കാർത്തിയാനിക്ക് സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ഈ ലോകത്ത് കുറെ ആടുകൾ മാത്രമാണ് കൂട്ട്. ഈ
ദൃശ്യങ്ങൾ കാണുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയെയും അവരുടെ ആടിനെയുമാകും ഓർമ്മ വരിക. ഇത് കണ്ണൂരിൽ പിണറായിക്കടുത്ത പാറപ്പുറം സ്വദേശിനി പുതിയറയിൽ കാർത്യായനി. കാർത്യായനിക്ക് പക്ഷേ ബേപ്പൂർ സുൽത്താനെയോ അദ്ദേഹത്തിന്റെ സഹോദരിയെയോ ഒന്നും അറിയില്ല. എന്നാൽ കാർത്യായനിയുടെ ജീവിതത്തിന് പാത്തുമ്മയുടെ ആടുമായി ഏറെ സാദൃശ്യങ്ങളുണ്ട്, അതിലേറെ വൈജാത്യങ്ങളുമുണ്ട്. ഒരു വലിയ കുടുംബത്തിലായിരുന്നു പാത്തുമ്മ കുറേ ആടുകളുമായി ജീവിച്ചിരുന്നതെങ്കിൽ തന്റെ കൊച്ചുവീട്ടിൽ ആടുകളുമായി ഒറ്റയ്ക്കാണ് കാർത്യായനി എന്ന 50കാരി ജീവിക്കുന്നത്. കാർത്യായനിക്ക് ഭൂമിയിൽ സ്വന്തമെന്നു പറയാൻ ഈ ആടുകൾ മാത്രമേയുള്ളൂ, ആടുകൾക്ക് കാർത്യായനിയും. അമ്മ നാരായണിയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടുപോയ കാർത്യായനി ജീവിക്കുന്നതുപോലും ഒരുപക്ഷെ ഈ ആടുകൾക്ക് വേണ്ടിയാണെന്ന് പറയാം. 1 മാസം നീണ്ടുനിന്ന വിവാഹ ജീവിതത്തിന് ശേഷം നന്നേ ചെറുപ്പത്തിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതാണ് കാർത്യായനി. 3 വർഷം മുമ്പ് അമ്മ മരിക്കുമ്പോൾ അവരുടെ സമ്പാദ്യമായി ബാക്കിയുണ്ടായിരുന്നത് 5 സെന്റ് സ്ഥലവും ഈ വീടും പിന്നെ കുറെ ആടുകളും മാത്രം. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ കാർത്യായനി പിന്നീട് ഈ ആടുകളെ സ്നേഹിച്ചു തുടങ്ങി. ദുഃഖങ്ങളും സങ്കടങ്ങളും ശകാരങ്ങളുമെല്ലാം ഇപ്പോൾ ഇവർ പങ്കുവെക്കുന്നത് ഈ ആടുകളോടാണ്. എൻ്റെ അമ്മയില്ലാന്ന് പറ ഇത് നായി ഇത് വൃത്തിയായിട്ടിന് ആടെ ഇടയും പോയി കിടന്നിട്ട് നേരത്തെ മേലും ചളിയിലും വെള്ളത്തിലും ഇല്ലാന്ന് അടി കിട്ടിയാലും ഇടുന്ന് മാധുവിനെ വളപ്പിലെത്തു അങ്ങേ പറ കുരുത്തക്കാട് അധികം കളിച്ചാൽ കൈപോയനെന്താ ഇനി എന്താ പഠിപ്പൽ നിന്നിട്ടല്ല നിങ്ങൾ ഇപ്പോൾ എത്ര വട്ടം റെഡി അടിച്ച് ഇതെന്നാക്കിയച്ചിന് ഞാനല്ല നീ താരാടാ ഇപ്പം ആക്കിനിടാ ഞാൻ ഇവർക്ക് മണക്കുന്നതിന് ആത്ത സിമെൻറ്റ് പൊടി എടുത്തുകൊണ്ട് നാടെ വേറി അതെൻ്റെ ആക്കിയാ നോക്കിയാ ഇതാരാ ഇതിൻ്റെ ആളാരാ? ആടുകൾ മാത്രമല്ല കാർത്യായനിയുടെ കൂട്ടുകാരായി ഈ വീട്ടിലുള്ളത്. 10ഓളം നായ്ക്കളും 15ലേറെ പൂച്ചകളുമെല്ലാം ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. ആടുകളും നായ്ക്കളും പൂച്ചകളും ബന്ധുക്കളെപ്പോലെ ഈ വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നു. പുറം ലോകത്തിന്റെ കാപട്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെക്കുറിച്ച് കാർത്യായനിക്ക് ഏറെ പറയാനുണ്ട്. 22 വർഷം ഈ രാജ്യക്കാർ ചെയ്ത ഉപകാരവും ഉപദ്രവവും ഞാൻ സഹിച്ച് അമ്മ മരിച്ച് അത് പോട്ടെ, ഇപ്പോൾ ചെയ്യുന്ന ഉപദ്രവം ഉപകാരം ദ്രോഹിക്കൽ എൻ്റെ മനസ്സിലിട്ടടക്കി ഈ പോറ്റുന്ന പട്ടികളെയോ ജീവികളെയോ ഞാൻ പോറ്റുന്ന എൻ്റെ മനസ്സിൻ്റെ ആയാസത്തിന് വേണ്ടിയാന്നുള്ള ആ മനസ്സിൽ ഈ രാജ്യക്കാർക്കത് ആലോചിക്കാനായിട്ട് കഴിവില്ല. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണ് ഈ ബിസിനസ് കൊണ്ട് നടത്തുന്നു. എനിക്ക് ജീവിക്കാൻ ഇതിലൊന്നും കിട്ടുന്നില്ല. അംബിക, ഷീല, ബിന്ദു, കിട്ടു ഇങ്ങനെ ഓരോ ആടിനും പട്ടിക്കും പൂച്ചയ്ക്കുമെല്ലാം ഓരോ പേരുകളുണ്ട്. ഓരോന്നിനെയും കാർത്യായനി പേരെടുത്തു വിളിക്കുമ്പോൾ അവയെല്ലാം അനുസരണയോടെ ഇവർക്ക് മുന്നിലെത്തും. തൻ്റെ പ്രിയപ്പെട്ട മൃഗങ്ങളെ നാട്ടുകാർ ഉപദ്രവിക്കുന്നതിലാണ് കാർത്യായനിക്ക് ഏറെ സങ്കടം. വിപണിയിലുണ്ടായ വിലക്കയറ്റം കാർത്യായനിയെയും അവരുടെ മൃഗങ്ങളെയും വൻ പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത്. 10 രൂപയായിരുന്ന കടലപ്പിണ്ണാക്കിൻ്റെ വില 45 രൂപയായിരിക്കുന്നു. ഇനി തൻ്റെ ആടുകളെ എങ്ങനെ പോറ്റുമെന്ന ആശങ്കയാണ് കാർത്യായനി പങ്കുവയ്ക്കുന്നത്. ഇപ്പം പിണ്ണാക്കിന് 45 റുപ്യ പ്രകാരം ദിവസം ഞാൻ ഇവിടെ ചിലവാക്കാനും ഇവിടെ അയക്കാനും എൻ്റെ അടുക്കുള്ള പൈസയോ ഇവിടെയുള്ള സാധനം ഞാൻ വിറ്റ് നശിപ്പിച്ചിട്ടോ ഇവർ പോറ്റുന്നതാണ്. എനിക്ക് ലാഭത്തിനൊന്നും ഞാൻ ഇതിന് മെനക്കിടുന്നില്ല. പക്ഷേ കൂലിപ്പണിയെടുത്തായാലും കാർത്യായനി ഇവയെ പോറ്റും. കാരണം തന്നേക്കാളേറെ ഈ മൃഗങ്ങളെ ഇവർ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യർ തിരിച്ചു നൽകാത്ത സ്നേഹം ഈ മൃഗങ്ങൾ ഇവർക്ക് തിരിച്ചു നൽകുന്നു എന്നത് തന്നെയാകും അതിന് കാരണം. എന്തായാലും ഇനി കലൈഡോസ്കോപ്പിനോട് സംസാരിച്ചിരിക്കാൻ കാർത്യായനിക്ക് സമയമില്ല. കാരണം കാർത്യായനിയുടെ ആടുകൾക്ക് വിശന്നു തുടങ്ങിയിരിക്കുന്നു. അടുത്ത മഴയ്ക്കു മുമ്പേ ആടുകളുടെ വിശപ്പടക്കാൻ പച്ചപ്പുൽ തേടി കാർത്യായനി പറമ്പിലേക്കിറങ്ങി. പക്ഷേ അതിനു മുമ്പ് ഒരു സങ്കടം കാർത്യായനി മറച്ചുവെക്കുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ആടുകളും നായ്ക്കളും പൂച്ചകളുമെല്ലാം TV-യിൽ വരുമ്പോൾ അത് കാണാൻ തൻ്റെ വീട്ടിൽ ഒരു ടെലിവിഷനില്ല. എങ്കിലും കാർത്യായനിക്ക് പരിഭവമില്ല. എല്ലാം ഒരു ദിവസം നേരെയാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കാർത്യായനി എന്ന സ്ത്രീയെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്.
പാലക്കാട് പോയി നാരായണേട്ടനെ കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പാലക്കാടിന്റെ അടയാളമാണ് കരിമ്പനകൾ. എന്നാൽ ഒരു പൈതൃകം പോലെ പാലക്കാട്ടുകാർ സൂക്ഷിക്കുന്ന കരിമ്പനകൾക്കിപ്പോൾ കഷ്ടകാലമാണ്. പനകൾ മൂടോടെ വെട്ടിമാറ്റുമ്പോൾ വേറിട്ട് നിൽക്കുന്നു നാരായണേട്ടന്റെ ജീവിതം. പനകൾ വെച്ച് പിടിപ്പിക്കുന്നത് നാരായണേട്ടന് ഒരു ജീവിതവ്രതമാണ്. വയസ്സുണ്ട് നാരായണേട്ടന്. പാലക്കാട് സിവിൽ സ്റ്റേഷനടുത്ത ഒരു കുടുസുമുറിയിൽ ടൈപ്പിംഗ് ജോലിയുമായി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യൻ അസാധാരണനാകുന്നത് പ്രകൃതി സ്നേഹത്തിന്റെ ഒരു ഉത്തമ മാതൃക സൃഷ്ടിക്കുന്നതിലൂടെയാണ്. 20 വയസ്സു മുതലുള്ള നാരായണേട്ടന്റെ ജീവിതം പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമായ കരിമ്പനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. OV വിജയന്റെ കസാക്കിലൂടെ മലയാളി മനസ്സിൽ കുടിയേറിയ പാലക്കാട്ടെ കരിമ്പനകളെ പ്രണയിച്ച ഈ മനുഷ്യൻ ഇതിനിടയ്ക്ക് നട്ടു നനച്ചു വളർത്തിയത് 1000-ലേറെ പനകളാണ്. പാലക്കാട് ജില്ലയിലെമ്പാടും കാണാം നാരായണേട്ടൻ നട്ട കരിമ്പനകൾ. കോട്ടമൈതാനം മുതൽ സംസ്ഥാന അതിർത്തി വരെ നീളുന്നു നാരായണേട്ടന്റെ പനപ്പെരുമ. മക്കളേക്കാൾ സ്നേഹത്തോടെ പേരിട്ടു വിളിക്കുന്നു നാരായണേട്ടൻ ഓരോ പനയെയും. പനയും പനന്നൊങ്കും പനംചക്കരയുമായി ഇഴചേർന്ന ജീവിതത്തിൽ നിന്നും നെടുമ്പനകൾ കൂടിയിറങ്ങുന്നത് കണ്ട് വേദനിച്ചാണ് നാരായണേട്ടൻ പനകൾക്കു വേണ്ടിയുള്ള ജീവിതം തുടങ്ങുന്നത്. 20-ാം വയസ്സിൽ കയ്യിൽ വന്ന പനമ്പഴം റോഡരികിൽ കുഴിച്ചിട്ട് നിവർന്നപ്പോൾ തനിക്കുണ്ടായ അനുഭൂതി വിവരിക്കാനാവില്ലെന്ന് നാരായണേട്ടൻ പറയുന്നു. ഇന്നിപ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ ഒന്ന് വെക്കാൻ തോന്നിയിട്ട് 10 കൊല്ലക്കാലം വെച്ചത്. നമ്മളിപ്പോൾ ഈ തലമുറകൾ മുഴുവൻ പോയാൽ ഈ പനകൾ ഇവിടുന്ന് പോയില്ല. അങ്ങനെയാണത്. 2-3 തലമുറയൊക്കെ നിൽക്കും. പിന്നെ പനകളുടെ പൂക്കാലമായിരുന്നു. കിട്ടാവുന്നിടത്തു നിന്നൊക്കെ മേൽത്തരം കരിമ്പന വിത്തുകൾ നാരായണേട്ടൻ ശേഖരിച്ചു. സ്വദേശമായ കുഴൽമന്നം മുതൽ തുടങ്ങി പനനടി. പാലക്കാടിന്റെ തിലകക്കുറിയായ കോട്ടമൈതാനത്തിൽ പനകൾക്ക് കോടാലി വീണത് നാരായണേട്ടനെ വേദനിപ്പിച്ചു. 20 വർഷം മുമ്പുള്ള ഒരു രാത്രി ആരോടും ചോദിക്കാതെ കോട്ടമൈതാനത്തിന്റെ ഇരുമ്പുവേലി ചാടിക്കടന്ന നാരായണേട്ടൻ കോട്ടമൈതാനത്ത് ആ ഒറ്റ രാത്രി കൊണ്ട് കുഴിച്ചിട്ടത് 1000-ഓളം പനവിത്തുകളാണ്. മൈതാനം മുഴുവൻ പന വളരാൻ തുടങ്ങിയപ്പോഴാണ് പുരാവസ്തുവകുപ്പ് വിവരമറിഞ്ഞത്. അവർ നാരായണേട്ടനെ കയ്യോടെ പിടികൂടി. പനത്തൈകൾ പിഴുതാൽ താൻ ഇനിയും നടുമെന്ന ചങ്കൂറ്റം നിറഞ്ഞ ഒറ്റ പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാരായണേട്ടന്. ആ മറുപടിക്ക് മുന്നിൽ പുരാവസ്തുവകുപ്പ് മുട്ടുമടക്കി. അന്ന് പുരാവസ്തുവകുപ്പ് നാരായണേട്ടനിട്ട പേരാണ് കരിമ്പനയക്ഷിയുടെ കാമുകനെന്ന്. എങ്കിലും 700-ഓളം തൈകൾ അവർ പിഴുതുമാറ്റിയെന്ന് നാരായണേട്ടൻ പറഞ്ഞു. ഇന്ന് കോട്ടമൈതാനത്ത് നാരായണേട്ടൻ നട്ട 300-ഓളം പനകൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്. അവ പൂക്കാനും കുലയ്ക്കാനും തുടങ്ങിയത് നാരായണേട്ടന്റെ പനമനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നു. വിത്തുശേഖരിക്കാൻ ഇന്ന് വലിയ പ്രശ്നമായി തീർന്നു. മുമ്പൊക്കെ ആണെങ്കിൽ എളുപ്പം എവിടെ പോയാലും കിട്ടും. ഇപ്പോൾ ഇത് പ്രശ്നമായി. കാരണം 10-20 കൊല്ലം മുമ്പത്തെ ആ സാഹചര്യം എല്ലാം എപ്പോഴും ഉള്ളത്. ഇപ്പോഴും പനവിത്ത് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത് അങ്ങനെ വെച്ചാൽ ഈ പനകൾ വളർന്നായി അതിൽ നിന്നുള്ള വിത്തുകൾ കിട്ടുക, അങ്ങനെ ചെയ്യാം. അവിടെ ഇത് പുല്ലാന്ന് മാത്രം. നാട്ടുപുറത്തൊക്കെ പനകൾ പുകനെ ചെയ്യും. 150 വർഷം വേണം ഒരു കരിമ്പന പൂർണ്ണ വളർച്ചയെത്തി സ്വാദുള്ള പഴങ്ങളും നീരും നൽകാൻ. നാരായണേട്ടന്റെ പനജീവിതം ഈ തലമുറയ്ക്കോ അടുത്ത തലമുറയ്ക്കോ വേണ്ടിയല്ല, 4 തലമുറകൾക്കും ശേഷമുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെ ഈ മനുഷ്യനും പനകളെക്കാളും ഉയരത്തിലുള്ള പാലക്കാടിന്റെ ചരിത്രമാകുന്നു. തുടക്കത്തിൽ പറഞ്ഞില്ലേ,
എല്ലാ ജീവിതങ്ങളിലും നമ്മളറിയാത്ത കാണാത്ത തിളക്കങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടാകും. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം ചിലതൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. അത് ഞങ്ങളെ അറിയിക്കാം. വിലാസം: കലഡോസ്കോപ്പ്, പ്രൊഡ്യൂസർ ഇന്ത്യ വിഷൻ, ടിറ്റൂസ് ടവർ, പാടിവട്ടം, കൊച്ചി. ജീവിത കാഴ്ചകളുമായി വീണ്ടും കാണാം.